ജനകീയനാണ് പൂക്കിയാണെന്നൊക്കെ കൊട്ടിഘോഷിച്ചാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത്. 10 വർഷം നീണ്ടുനിന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിന് അന്തകനായി ഇതാ വരുന്നു സതീശൻ എന്നൊരു പൊതുധാരണയായിരുന്നു മൊത്തത്തിൽ. എന്നാൽ UDF അധികാരത്തിലേറി ഒരു മാസം കഴിയുമ്പോൾ ആ പൊതുധാരണ തെറ്റാണോ എന്നൊരു സംശയം പതിയെ തലവെക്കുന്നുണ്ട്. വി.ഡി. സതീശന്റെ ചില പ്രവൃത്തികൾ, ചില നടപടികളൊക്കെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമാണ്. പല നടപടികളും ഇപ്പോൾ അതാത് വകുപ്പുകളുടെ മന്ത്രിമാരോടോ അല്ലെങ്കിൽ UDF നേതൃത്വത്തോടോ ആലോചിക്കുകയോ ചർച്ചയ്ക്ക് വെക്കുകയോ ചെയ്യാതെയാണ് അദ്ദേഹം എടുക്കുന്നത്. ഇതിന്റെ ഒരു ചെറിയ അമർഷവും വിയോജിപ്പുമെല്ലാം UDF മുന്നണിയിലും മന്ത്രിമാർക്കിടയിലും പ്രകടമാണ്. ഈയിടെ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം വി.ഡി. സതീശൻ എടുത്തത് എക്സൈസ് മന്ത്രി M. ലിജുവിനോട് ആലോചിക്കാതെയാണ്. അതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും അതിന്മേൽ അദ്ദേഹം എക്സൈസ് കമ്മീഷണറുമായി ചർച്ച നടത്തിയതും വാർത്തകളിൽ വന്നതാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. സർക്കാരിൻ്റെ മദ്യനയത്തിന് ഒരു കുഴപ്പമില്ല. സർക്കാർ മദ്യനയം പുതുതായി രൂപീകരിക്കും. ഈ ഗവൺമെൻറ് അധികാരത്തിന് ഒരു മാസമേ ആയുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിലൊക്കെ തന്നെ നിയമസഭാ ചോദ്യങ്ങളൊക്കെ വായിച്ചപ്പോൾ 8 മാസത്തോളം വൈകിയാണ് മദ്യനയം വന്നത്. എന്താണെങ്കിലും ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ UDF സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിൻ്റെ ചർച്ചകൾ ആരംഭിക്കും. എല്ലാ ജനവിഭാഗങ്ങളുമായി സംസാരിക്കും. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അതേ സമയത്ത് തന്നെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം കൂടി കണക്കെടുത്തിലുള്ള ഒരു മദ്യനയം ഉണ്ടാകും. മന്ത്രിയാണ് സമയത്ത് ഒരു കത്തിടപാട് നടത്തുകയും അതിന് സാധ്യതകളെല്ലാം നോക്കുകയും ചെയ്താണ് രേഖകളടക്കം മുഖ്യമന്ത്രി മിനിസ്റ്റർ പറഞ്ഞത്. ആ കത്തടക്കം പുറത്തുനിന്നുണ്ട്. അതിൻ്റെ സമയത്തും നീക്കുന്നുണ്ടായിരുന്നു ബെക്കാടിയെ കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞല്ലോ, അത് ബെക്കാടിയെ കൊണ്ടുവരാനുള്ള കത്തിടപാട് 2000 കാലം മുതലേ ഉണ്ടല്ലോ. ഇവിടെ ഈ ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്നൊരു സങ്കല്പം തന്നെ കൊണ്ടുവന്ന LDF ആണ്. ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ന്യായീകരണം, അത് ഈ പഴവർഗ്ഗങ്ങളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന 40 വൈനും 40 ലിറ്ററുമാണ് LDF ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ മദ്യം ഇങ്ങനല്ല എന്ന് പറഞ്ഞു. അത് തന്നെ കളവാണ്. ഇത് മാത്രമല്ല, നിയമസഭയിൽ വെച്ച് അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തൊരു പണിയും അദ്ദേഹത്തിന്റെ ഈ ഏകാധിപത്യ ഭരണത്തിന്റെ ഒരു സൂചനയായി നമുക്ക് കരുതാം. കുട്ടനാട് MLA മൂലം വള്ളംകളി നടക്കുന്ന ദിവസം കുട്ടനാട് താലൂക്കിൽ അവധി വേണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഇരുന്ന നിമിഷം തന്നെ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞു. ഇത് മാത്രമല്ല, നിയമസഭയിൽ വെച്ച് അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തൊരു പണിയും അദ്ദേഹത്തിന്റെ ഈ ഏകാധിപത്യ ഭരണത്തിന്റെ സൂചനയായി നമുക്ക് കരുതാം. കുട്ടനാട് MLA മൂലം വള്ളംകളി നടക്കുന്ന ദിവസം കുട്ടനാട് താലൂക്കിൽ അവധി വേണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഇരുന്ന നിമിഷം തന്നെ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞു. സർ, എൻ്റെ നിയോജകമണ്ഡലമായ കുട്ടനാടിൻ്റെ അഭിമാനമാണ് ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളംകളി. ഇത് 29/6/2026 പരമ്പരാഗത ചടങ്ങുകൾ പ്രകാരം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. കുട്ടനാട് തഹസീൽദാർ ജനറൽ കൺവീനറായി നടത്തപ്പെടുന്ന ഈ വള്ളംകളി നടക്കുന്ന ദിവസം, അതായത് 29/6/2026 കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി നൽകണമെന്ന ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നു. അത് പരിഗണിച്ച് കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് മുൻ വർഷങ്ങളിൽ അവധി നൽകിയിട്ടുള്ളതല്ല. വിശേഷ ദിവസങ്ങൾ, ഉത്സവങ്ങൾ പ്രമാണിച്ച് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പ്രാദേശിക അവധി പ്രഖ്യാപിക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് നമ്മൾ മുൻകൂർ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലും അത് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഓർഡറിലൊന്നും വള്ളംകളിക്ക് അവധി അനുവദിച്ചിട്ടില്ല. പുതിയതായി പൊതു അവധി, നിയന്ത്രിത അവധി, പ്രാദേശിക അവധി തുടങ്ങിയവ അനുവദിക്കേണ്ട എന്നായിരുന്നു പൊതുവായി സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നതിനാൽ ഇത്തരത്തിലുള്ള പ്രാദേശിക അവധികൾ അനുവദിച്ചിരുന്നില്ല. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കുട്ടനാട്ടിൽ മന്ത്രിയുടെ കോലം വരെ കത്തിച്ചു. അങ്ങനെ അധികാരത്തിലേറി ഒരു മാസം കഴിയും മുമ്പ് ജനകീയ സർക്കാർ എന്ന പേരിന് മുകളിൽ വി.ഡി. സതീശൻ കാരണം കറ വീണു തുടങ്ങിയിരിക്കുകയാണ്. അധികാരത്തിലേറുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ ആദർശങ്ങളും വാഗ്ദാനങ്ങളും പാലിച്ചില്ലെങ്കിൽ ഇനിയും ഈ കറപ്പാടുകൾ വീണുകൊണ്ടിരിക്കും.